എണ്ണയിൽ മുക്കി പൊരിക്കാനും പാടില്ലെന്ന് നല്ല ടേസ്റ്റ് വേണമെന്നാണെങ്കിൽ ഈ കൂന്തൽ നിറച്ചതാക്കിക്കോട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യം തന്നെ വെളിച്ചെണ്ണയിലിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് സബോള കുറച്ച് വേപ്പിലിട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ശേഷം പൊടിയായിട്ട് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. അധികം പൊടികളിട്ട് കൂന്തലിൻ്റെ ടേസ്റ്റ് കളയുന്നില്ല. പിന്നെ കുറച്ച് കൂന്തൽ കട്ട് ചെയ്തിട്ട് അതും വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളൊരു അരച്ചെടുക്കണം. കുറച്ച് തേങ്ങ, 2-3 പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി, പിന്നെ പെരിഞ്ചീരകം. അത് മറക്കരുത് കേട്ടോ, അതാണ് അതിൻ്റെ ഫ്ലേവർ കൊടുക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ ഈ കൂന്തൽ അപ്പോഴത്തേനും വെന്തിട്ട് അതിലിട്ടിട്ട് മിക്സാക്കി നമ്മുടെ മസാല റെഡിയാണ്. അതിന് ശേഷം ഇങ്ങനെ ആക്കി വെച്ചേക്കുന്ന കൂന്തലിലോട്ട് ഇത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ടൂത്ത് പിക്ക് ഇതുപോലെ കുത്തി കൊടുക്കുക. കയ്യിൽ കുത്താണ്ട് ശ്രദ്ധിക്കുക. എന്നിട്ടൊരു 7 മിനിറ്റ്സ് ഞാൻ ആവി കയറ്റിയെടുക്കുന്നുള്ളൂ കേട്ടോ. കൂടുതൽ വെച്ച റബ്ബർ പോലെയാവും. എന്നിട്ട് ഇനിയുള്ള ഈ ഒരു പ്രോസസ്സ് ഓപ്ഷണലാണ് കേട്ടോ. കാരണം വേണ്ടവർക്ക് ചെയ്താൽ മതി. പക്ഷേ ടേസ്റ്റാണത്. എന്നിട്ട് നമ്മൾ പ്ലേറ്റ് ചെയ്യുക. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നത്. നമ്മൾ നോമ്പിന് ചിക്കനും ബീഫും മാത്രം വെച്ചാക്കുന്നത് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം ശരി.